പുസ്തകത്തെങ്കിലാണ് ഒരുപാട് കാർഡുകൾ കയ്യിലുണ്ടല്ലേ. ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഇതിന്റെയൊക്കെ പുറമെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ കാർഡ് വേറെയും, ATM കാർഡുകൾ, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡുകൾ, ഇതൊക്കെ വേറെയും. നമുക്ക് ആവശ്യമായിട്ടുള്ള 2-3 കാർഡുകൾ ഉണ്ടല്ലോ, അതിന്റെ കൂടെ ആവശ്യമായി മറ്റൊരു കാർഡും കൂടി സർക്കാർ നിർബന്ധമാക്കുന്നത് യൂഹിഡ് കാർഡ്, അതായത് യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ കാർഡ്. അതായത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ സേവനം ലഭ്യമാക്കുന്നതിന് ഈ കാർഡ് സർക്കാർ നിർബന്ധമാക്കാൻ പോവുകയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്ന ഒരു കാർഡാണ്. അതായത് സർക്കാർ കുറച്ച് നല്ല ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. സർക്കാർ പറയുന്നത് ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആ നമ്പർ സൈറ്റിൽ അടിച്ചു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മുടെ എല്ലാ ഹെൽത്ത് വിവരങ്ങളും ആ സൈറ്റിൽ ഉണ്ടാവുമെന്നാണ് സർക്കാർ പറയുന്നത്. നമ്മൾ ഏതൊക്കെ ഹോസ്പിറ്റലിൽ കാണിച്ചു, നമുക്ക് എന്തൊക്കെ രോഗങ്ങളാണുള്ളത്, നമ്മൾ എന്തൊക്കെ മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ഡോക്ടർമാരാണ് നമ്മൾ പരിശോധിച്ച്, ഇതൊക്കെ ആ കാർഡിൽ അടങ്ങിയിരിക്കുന്നതാണ് സർക്കാർ. ഈ കാർഡ് കൊണ്ട് മറ്റൊരു ഉപയോഗം കൂടി ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടർ കാണുന്നതിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ 6 മണിക്ക് പോയി ക്യൂ നിൽക്കുക, ഈ സംഭവങ്ങളൊന്നും ഈ കാർഡ് വന്നാൽ ഉണ്ടാവില്ല. നമുക്ക് ഈ വീട്ടിലിരുന്ന് തന്നെ മൊബൈൽ കൂടെ ഈ നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് ഏത് ഡോക്ടറെയാണോ ഏത് ഹോസ്പിറ്റലിലാണ് കാണുന്നതെങ്കിൽ അവിടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് ഡോക്ടറെ കാണേണ്ട ടൈമിൽ മാത്രം നമ്മൾ അങ്ങോട്ട് പോയാൽ മതി. എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഇതിന് ഈ കാർഡ് കൊടുക്കുന്നതിന് പ്രത്യേകം ഡെസ്ക് ഉണ്ട്. അതായത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഈ കാർഡ് നമുക്ക് തരുന്നത്. ഈ ഹെൽത്ത് കേരളയുടെ കാർഡാണ് അവർ തരുന്നത്. ഇത് ഇനി ചില ഹോസ്പിറ്റലിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെ കുറവ് കാരണം ചില ഹോസ്പിറ്റലിൽ അത് ഇപ്പോൾ നിലവിലില്ല. എന്തായാലും വരും കാലങ്ങളിൽ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാർഡ് എടുക്കൽ നിർബന്ധമാക്കുകയാണ്. യൂഹിഡ് കാർഡാണ് ഈ കാർഡിന്റെ പേര്. ഒരിക്കൽ കൂടി പറയാണ്, യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ കാർഡ്, യൂഹിഡ് കാർഡ്. അതാണ് ഇതിന്റെ പൂർണ്ണ രൂപം, യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ കാർഡ്. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് തന്നെ നമുക്ക് ഈ കാർഡിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും. അതിന് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള QR കോഡ് ഉണ്ടല്ലോ, ഈ QR കോഡിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെൽത്ത് കേരളയുടെ സൈറ്റിലേക്കാണ് പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിൽ സേവ് ചെയ്യാം. അങ്ങനെ സ്കാൻ ചെയ്ത് ഈ സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് ആധാർ നമ്പറും അതുപോലെ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ആവശ്യപ്പെടും. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയും ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശ്രമം പൂർത്തിയായി. അപ്പോൾ തന്നെ ആ സ്ക്രീനിൽ 16 അക്ക ഒരു ആരോഗ്യ നമ്പർ തെളിയുകയും ആ നമ്പർ നമുക്ക് SMS ആയി ലഭിക്കുകയും ചെയ്യും. സർക്കാർ ഈ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും പല ഹോസ്പിറ്റലുകളും ഈ സേവനം ലഭ്യമല്ലാത്തതിന്റെ പേരിൽ കർശനമാക്കിയിട്ടില്ല. വരും കാലങ്ങളിൽ ഈ കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ നമ്മുടെ ചികിത്സ നിഷേധിക്കപ്പെടുകയോ ചികിത്സക്ക് താമസം നേരിടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ.